യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയണമെങ്കിൽ വിവാദത്തിന്റെ നാൾ വഴി പരിശോധിക്കണം. സംഭവങ്ങളുടെ ക്രോണോളജി പരിശോധിച്ചാൽ ഈ വിവാദം ഉടലെടുക്കുന്നതിന് 2 ദിവസം മുമ്പാണ് പാട്ട് പാടിയ ആളെ 24 ന്യൂസ് കണ്ടെത്തുന്നത്. ഡാനിഷ് കൂട്ടിലങ്ങാടി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഡാനിഷിൽ നിന്നാണ് പാട്ട് എഴുതിയത് നാദാപുരം ചാലപ്പുറംകാരനായ GP കുഞ്ഞബ്ദുള്ളയാണെന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നത്. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കുമെത്ത് എന്ന അയ്യപ്പ ഭക്തിഗാനത്തിന്റെ ട്യൂണിൽ ഈ പാട്ടിന് സംഗീതം നൽകിയത് ഹനീഫ മുടിക്കോടാണ്. ഈ വീഡിയോ പുറത്തു വന്നതോടെ ഗാനരചയിതാവ് കുഞ്ഞബ്ദുള്ളയെ ചാനലുകൾ തിരഞ്ഞു കണ്ടുപിടിച്ചു. അദ്ദേഹത്തെ അഭിമുഖം ചെയ്തു. ഖത്തറിൽ ബിസിനസ്സുകാരനായ കുഞ്ഞബ്ദുള്ള ഈ പാരഡി ഗാനം എഴുതിയത് 2.5 മാസം മുമ്പാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി എഴുതിയതായിരുന്നില്ല. എഴുതി കഴിഞ്ഞപ്പോൾ പാട്ട് പലർക്കും അയച്ചു കൊടുത്തു. യൂത്ത് കോൺഗ്രസിനും യൂത്ത് ലീഗുകാർക്കും നൽകി. പക്ഷേ അവരാരും താല്പര്യമെടുത്തില്ല. പിന്നീട് CMS മീഡിയ നിർമ്മാതാവ് സുബൈർ പന്തല്ലൂർ ഗാനം പ്രൊഡ്യൂസ് ചെയ്തു. തിരഞ്ഞെടുപ്പിന് മുമ്പ് ഗാനം പുറത്തു വന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിപക്ഷ പാർട്ടികൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് ഹിറ്റായത്. ഇപ്പോൾ ഈ ഗാനം ലക്ഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.